Ennemcien Entrance Physics number 14 ചില ബേസിക് ഐഡിയാസ് ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. കൈനമാറ്റിക്സിലെ ചില ബേസിക്സ് അത് കണ്ടിന്യൂ. 67 number. A particle moves half of a certain distance with speed v1 and the remaining half with v2. What is the average speed? ഇതാണ് കോമൺപ്ലേസ് ആയിട്ടുള്ള ആകെ എ ടു ബി ആകെ ഡിസ്റ്റൻസ്. അതിൽ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ഡി, സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് ഡി. ഈ ഹാഫിൽ ഓടുന്ന വെലോസിറ്റി v1, സ്പീഡ് v1, ഈ ഹാഫിൻ്റെ സ്പീഡ് v2. ഇതിന് ഫസ്റ്റ് ഹാഫ് ഓടാനെടുത്ത സമയം t1, സെക്കൻഡ് ഹാഫിൻ്റെ ടൈം t2. എങ്കിൽ t1 ഈക്വൽസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് d ബൈ v1. സെക്കൻഡ് ഹാഫിന് വേണ്ട ടൈം t2 ഈക്വൽസ് d ബൈ v2. എങ്കിൽ ടോട്ടൽ ടൈം t ഈക്വൽസ് t1 പ്ലസ് t2, that is d by v1 plus d by v2 equals d into 1 by v1 plus 1 by v2 എന്ന് പറഞ്ഞാൽ v1 plus v2 by v1 v2. ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് d plus d 2d. എങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, that is 2d by total time d into v1 plus v2 by v1 v2. d വെട്ടി പോവും, പോയിട്ട് v1 v2 മുകളിൽ പോവും. ആൻസർ ഈസ് 2v1 v2 by v1 plus v2. ഇത് ഓർത്തിരിക്കുക. 2v1 v2 by v1 plus v2. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. സ്പീഡ് തന്നാൽ ഇതേ പോയിൻ്റ് തന്നെയാണ് അടുത്തത്. A particle moves along a straight path from A to B with speed v1 and from B to A with speed v2. What is the average speed? What is the average velocity? ഇതിപ്പോൾ ഹാഫ് ഡിസ്റ്റൻസ് ഓടുന്ന അതേ പ്രോബ്ലം തന്നെയാണ്. അങ്ങോട്ട് പോകുന്ന ഒരു ഹാഫായിട്ട് എടുക്കുക, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു ഹാഫായിട്ട് എടുക്കുക. അപ്പോൾ ആവറേജ് സ്പീഡ് 2v1 v2 by v1 plus v2. പക്ഷേ ആവറേജ് വെലോസിറ്റി 0യാണ്. കാരണം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തിരിച്ചെത്തി. അതുകൊണ്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഇവിടെ 0. ആവറേജ് സ്പീഡ് 2v1 v2 by v1 plus v2. ഇനി മറ്റൊരു പോയിൻ്റ്. When a particle moves in a straight path, speed is equal to modulus of velocity. വളഞ്ഞ പാത്തിൽ കൂടെ പോകുമ്പോൾ ആ റിലേഷൻ ശരിയാവില്ല. സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോകുമ്പോൾ വെലോസിറ്റി വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും സ്പീഡ്. ഈ സ്പെഷ്യൽ കേസിൽ മാത്രം സ്ട്രെയിറ്റ് പാത്തിൽ പോകുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. പല ചോദ്യങ്ങളിൽ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. Another point. A particle travels first 1/3 of a certain distance at speed v1, the second 1/3 at speed v2, and final 1/3 at v3. What is the average speed? ഇതുപോലെ ആകെ ദൂരത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക, d. എന്നിട്ട് ഇതുപോലെ t1, t2, t3 കണ്ടുപിടിക്കുക, മുമ്പ് ചെയ്ത പോലെ. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ 3. ആവറേജ് സ്പീഡ് ഈസ് 3v1 v2 v3 ബൈ സൈക്ലിക് ഓർഡറിൽ എടുക്കുക v1 v2 plus v2 v3 plus v3 v1. 1 2 2 3 3 1. മുകളിൽ 3 v1 v2. രണ്ട് ഹാഫ് ആകുമ്പോൾ 3 വരെ 2.
അവിടെ 2v1 v2 ബൈ v1 പ്ലസ് v2 1/3 എടുക്കുമ്പോൾ 3 വരും. എന്നിട്ട് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുക. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത്, എ പാർട്ടിക്കിൾ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ടോട്ടൽ ടൈം at speed v1 and during the second half time of the whole journey at v2, what is the average speed? ഇവിടെ ആകെ ഓടാനെടുത്ത സമയത്തിൻ്റെ പകുതി സമയം v1 സ്പീഡിലും അടുത്ത പകുതി സമയം v2 സ്പീഡിലും ഓടുന്നു എങ്കിൽ ആവറേജ് സ്പീഡ് എത്ര? ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഹാഫ് ടൈം ടി എന്നിരിക്കട്ടെ, സെക്കൻഡ് ഹാഫ് ടൈമിൻ ടി എങ്കിൽ ആദ്യത്തെ ഹാഫ് ടൈമിൽ ഓടിയ ദൂരം സ്പീഡ് v1 ആണെന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് ഇൻറ്റു ടൈം ആണെന്നല്ലോ ഡിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ടൈമിൽ ഓടിയ ഡിസ്റ്റൻസ് v1 ഇൻറ്റു ടി. സെക്കൻഡ് ഹാഫ് ടൈമിൽ ഓടിയ ദൂരം v2 ഇൻറ്റു ടി. എങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ v1 ടി പ്ലസ് v2 ടി. ടോട്ടൽ ടൈം ഈസ് ടി പ്ലസ് ടി ടു ടി. എങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. v1 ടി പ്ലസ് v2 ടി ബൈ 2t. ടി എല്ലാം വെട്ടി പോകുമ്പോൾ v1 പ്ലസ് v2 ബൈ 2. വെറുതെ ആവറേജ് അങ്ങ് എടുത്താൽ മതി. ഈ കേസ് ശ്രദ്ധിച്ചോളണം. സമയം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പകുതി ദൂരം, രണ്ടാമത്തെ പകുതി ദൂരം, ഇതുപോലെ 3 വരികയാണെങ്കിൽ അതിൻ്റെ ആവറേജ്. ഇനി നമുക്ക് ഈ ഗ്രാഫിനെ പറ്റി ചില പോയിൻ്റ് അറിയാം. ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഏത് ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നറിയുന്നതിന് അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിലെ ക്വാണ്ടിറ്റിയെ ഹൊറിസോണ്ടൽ ആക്സിസിലെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആക്സിസ് പൊസിഷനാണ്, ഹൊറിസോണ്ടൽ ആക്സിസ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസിലെ പൊസിഷൻ ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ആക്സിസ് ടൈം. അപ്പോൾ പൊസിഷൻ ബൈ ടൈം എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റിയാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ സ്ലോപ്പിന് വേറെ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. എ ബൈ ടി നമുക്ക് ഉപയോഗിക്കേണ്ട ക്വാണ്ടിറ്റി അല്ല. ഇനി ഒരു ഗ്രാഫിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ്, വെർട്ടിക്കൽ ആക്സിസിലെ കോർഡിനേറ്റാണ്, ക്വാണ്ടിറ്റിയാണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് ഇവിടെ മനസ്സിലാക്കാവുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഹൈറ്റ്, പൊക്കം എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. കാരണം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ വൈ കോർഡിനേറ്റ്, വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ വെലോസിറ്റിയാണ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് അതാണ്. ഇതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പായിരിക്കും ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഹൈറ്റ്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയാനായിട്ട് വെർട്ടിക്കൽ ആക്സിസിലെ ക്വാണ്ടിറ്റിയും ഹൊറിസോണ്ടൽ ആക്സിസിലെ ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതേത് ക്വാണ്ടിറ്റിയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണെന്ന് അറിഞ്ഞാൽ മതി. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ദൂരമാണ്, ഡിസ്റ്റൻസാണ്, അല്ല ഡിസ്പ്ലേസ്മെൻറ്റ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടി. ആക്സിലറേഷൻ v = u + at എന്ന് കേട്ടിട്ടില്ല, വെലോസിറ്റിയാണ്. അപ്പോൾ ഏത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. അപ്പോൾ ഏത് ഗ്രാഫ് തന്നാലും നമുക്ക് പ്രശ്നമില്ല. സ്ലോപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിലെ ക്വാണ്ടിറ്റിയെ ഹൊറിസോണ്ടൽ ആക്സിസിലെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഏരിയ ഏത് ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാണിക്കാൻ വെർട്ടിക്കൽ ആക്സിസിലെ ക്വാണ്ടിറ്റിയെ ഹൊറിസോണ്ടൽ ആക്സിസിലെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഏത് ക്വാണ്ടിറ്റിയാണെന്ന് മനസ്സിലാകും. മറ്റൊരു കാര്യം, ഒരു ക്വാണ്ടിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു അനദർ ക്വാണ്ടിറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് രണ്ട്
വേരിയബിൾ, ഒരു വേരിയബിൾ വൈ, മറ്റേ വേരിയബിൾ എക്സ്, ഇത് രണ്ടും പവർ ഒന്നാണെങ്കിൽ വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, അല്ലെ വൈ ഈക്വൽസ് കെ എക്സ്, അല്ലെ വൈ ഈക്വൽസ് കെ എക്സ് പ്ലസ് സി, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാ ഗ്രാഫ്. ഒരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയറും മറ്റേ ക്വാണ്ടിറ്റിയുടെ ഫസ്റ്റ് പവറും വന്നാൽ പരാബോളയാണ്. ഇപ്പോൾ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതിൻ്റെ ഗ്രാഫ് എസും ടിയും കൂടെ ഗ്രാഫ് വരച്ചാൽ പരാബോളയെ കിട്ടും. വി ഈക്വൽസ് യു പ്ലസ് എ ടി, അവിടെ വിയും ടിയും കൂടെ ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇതുപോലെ രണ്ട് ക്വാണ്ടിറ്റിയുടെയും ഫസ്റ്റ് പവർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. ഇപ്പോൾ എക്സ് വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്, അവിടെ എക്സും വൈയും കൂടെ ഗ്രാഫ് വരച്ചാൽ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് ഗ്രാഫ്. പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, ബോയിൽസ് ലോ, പ്രഷറും വോളിയും കൂടെ ഗ്രാഫ് വരച്ചാൽ ഹൈപ്പർബോള. അപ്പോൾ വെർട്ടിക്കൽ ക്വാണ്ടിറ്റിയും ഹൊറിസോണ്ടൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രാഫ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ എന്ന് കണ്ടാൽ, ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 4, അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 5 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിൽ വരണം. പിന്നെ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഏരിയ, ഈ ക്വാണ്ടിറ്റി, ഈ സംഗതികൾ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. ഗ്രാഫിൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ പൊക്കം എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ പൊക്കം എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ